എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്നാക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി നമ്മളിവിടെ ഒരു 1/2 കപ്പ് അളവിലേ എടുത്തിട്ടുള്ളൂ. ഈ അരിപ്പൊടിക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ 4 ചെറിയ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് വേണം നമുക്കിത് അരച്ചിട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അടിച്ചെടുത്ത ബാറ്റർ നമുക്കൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ശർക്കരക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. പഞ്ചസാരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ശർക്കര എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് അളവ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര നല്ലപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബാറ്ററിലോട്ട് അത് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടോട് കൂടി ഒഴിച്ചു കൊടുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിത് ഇളക്കിയിട്ടെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ഈ ഒരു മധുരം ഈ ഒരു അളവിലേക്ക് പാകമായിട്ടുള്ള മധുരമാണ്. ഇതിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 കട്ട ശർക്കര കൂടെ കൂട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തിൽ വെള്ളം കൂടി പോവുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ മൈദയോ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു മധുരപലഹാരം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 നുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ള് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ കാണാനും നല്ലൊരു ഭംഗിയാണല്ലോ എള്ള് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു 5-10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി ചൂടായി വന്നിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന തവിക്കനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്കിൻ്റെ ഷേപ്പിലും വ്യത്യാസങ്ങൾ വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ തവിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഒരേ അറ്റ് എ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും നല്ലൊരു കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ വീട്ടിലെപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോഴാണ് നമ്മളെ വീഡിയോ കൂടുതൽ സജഷനിലേക്ക് പോവുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.